നമ്മളൊരു ഈസി ബീഫ് ബിരിയാണിയാണ് ചെയ്യുന്നത്. അത് എത്രയും പെട്ടെന്ന് ഏറ്റവും സിമ്പിളായിട്ട് ഒരു ബീഫ് ബിരിയാണി ചെയ്യലുണ്ട് നമ്മൾ. അത് നമ്മൾ ഇന്നും ട്രൈ ചെയ്യാണ്. ഫസ്റ്റ് തന്നെ കുക്കറിലേക്ക് കുറച്ച് നെയ്യും കുറച്ച് ഓയിലും കൂടെ ഒഴിക്കുക. സൺഫ്ലവർ ഓയിലോ? അതെ, നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ഉള്ളി. എത്ര ഉള്ളി കിട്ടിയത്? അതിപ്പോൾ നമുക്ക് 1 കിലോ 1.25 കിലോ ഇറച്ചിക്ക് നമ്മൾ 2 വലിയ ഉള്ളി. ഇതിലേക്ക് കുറച്ച് മല്ലിയില പെട്ടുപോയതാണ്, അല്ലാതെ ഇട്ടതല്ല കേട്ടോ. അപ്പം തന്നെ ഇത് പരമാവധി നന്നായിട്ട് വഴറ്റിയെടുക്കുക. ആയിട്ടുള്ള ഉപ്പ് നമ്മളിപ്പം തന്നെ ആഡ് ചെയ്യുകയാണ്. എന്നാൽ പിന്നെ ഉള്ളി പെട്ടെന്ന് വഴറ്റി കിട്ടുകയും ചെയ്യും. ഇതേപോലെ നല്ല തിന്നായിട്ട് ഇങ്ങനെ വഴന്നു വരുന്നുണ്ട് കേട്ടോ. ഇതിലേക്കാണ് നമുക്ക് എന്തൊക്കെ ആഡ് ചെയ്യാനുള്ളത്? ഇഞ്ചിയും വെളുത്തുള്ളി, ഒരു പച്ചമുളകും കൂടെ ചേർത്തിട്ട് ആഡ് ചെയ്യാനുള്ളത്. അതിന് മുമ്പ് തക്കാളി ആകാം. ഫസ്റ്റ് തക്കാളി ഇടും. ഓക്കെ, സോറി. ബിരിയാണിൻ്റെ മസാലയാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ചെയ്യുന്നത് ഇറച്ചി വേവിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന കുക്കർ തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. ആദ്യം നമ്മൾ മസാലയുടെ ബേസായിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ, ഉള്ളി, തക്കാളി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് മസാലപ്പൊടി, ഇത്രയിട്ട് കഴിഞ്ഞ് അതൊന്ന് വെന്ത് വന്നതിന് ശേഷമാണ് നമ്മളിതിലേക്ക് മീറ്റ് ഇടുക. അതിനുശേഷം ഈ മസാലയും മീറ്റും കൂടെ ഒരുമിച്ചാണ് വെന്തുകൊണ്ടിരിക്കുന്നത്. അപ്പം മാക്സിമം ഫ്ലേവർ ഇറങ്ങി ഈ മസാലയിൽ അത്രയ്ക്കും നല്ലൊരു ഫ്ലേവർ ആയിട്ടുള്ള രീതിയിൽ തന്നെ ഒരു ഡിഫറെൻറ്റ് ആയിട്ടുള്ളൊരു മസാലയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. നമ്മൾ ഓണിയൻ ഇങ്ങനെ ഫ്രൈ ചെയ്ത് എടുക്കുന്ന ആൾക്കാരുണ്ട്. നമുക്ക് ഫ്രൈ ചെയ്യുന്നതിനോട് വലിയൊരു താല്പര്യമില്ല. അതുകൊണ്ട് ഈ ഒരു പരുവത്തിലാണ് നമ്മൾ തക്കാളി ആഡ് ചെയ്യുക. അപ്പോൾ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് തക്കാളി. പരുവാകുന്ന സമയത്ത് നമ്മൾ പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇടുക. ഈ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റിൻ്റെ ആ ഒരു പച്ച ചുവന്ന് പോകുന്നവരെ ജസ്റ്റ് ഒന്ന് വഴറ്റുക. അത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ആകെ ഒരൊറ്റ മസാലയെ നമ്മൾ ഇടുന്നുള്ളൂ. നമ്മൾ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഉള്ളി വഴറ്റി വരുന്ന സമയത്ത്. പിന്നെ മസാല നമ്മളിടുന്നത് ഗരം മസാല മാത്രമാണ്. ഒരു 1.5 സ്പൂണ് 2 സ്പൂണിൻ്റെ ഉള്ളിൽ നമുക്ക് ഗരം മസാല ഇടാൻ പറ്റും. നമ്മൾ ഇതിലേക്ക് ആകെ ഇടുന്നത് ഗരം മസാല മാത്രമാണ്. ഇതിപ്പോൾ ഒരു സ്പൂൺ കണക്കൊന്നും അല്ല കേട്ടോ, ഏകദേശം ഒരു ടീസ്പൂണിൻ്റെ അടുത്തുണ്ടോ. നമ്മൾ ആകെ ഇടുന്നത് ഇത് മാത്രമേ ഉള്ളൂ. ഗരം മസാല, ഉപ്പ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാണ് കേട്ടോ. ഇത് നമ്മളൊരു 1 കിലോൻ്റെ ബീഫാണ്. 1.25 കിലോൻ്റെ അടുത്തുണ്ടാവും. നല്ല വലിയ പീസായിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മസാലയിലേക്ക് ഇട്ട് കൊടുക്കണം. കുറച്ച് 1-2 എല്ല് കഷ്ണം കൂടി ഇട്ടിട്ടുണ്ട്. എല്ല് കഷ്ണം കൂടെ ഉണ്ടാവും കേട്ടോ, കുറച്ച് ടേസ്റ്റ് ഉണ്ടാവും അല്ലേ. കുറച്ച് നെയ്യോട് കൂടിയിട്ടുള്ള ഇറച്ചിയാണ്. കുറച്ച് ഓവർ നെയ്യ് നമ്മൾ ഒഴിവാക്കി. നല്ല വലിയ പീസാണ്. ഇനി ഇതിനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മിക്സ് ചെയ്തു നമ്മൾ കുക്കർ അടച്ച് ബീഫ് വേവിക്കുകയാണ്. നമുക്കൊരു മീഡിയം ഹീറ്റിൽ നമുക്കൊരു 6 വിസിലെങ്കിലും പോകുന്ന രീതിയിൽ. ഇറച്ചിൻ്റെ വേവിനനുസരിച്ചാണ് ഒരു 15 to 20 മിനിറ്റ് മീഡിയം വിസിൽ ചെയ്യാവുന്നതാണ്, മീഡിയം ഹീറ്റിൽ ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ഇതിലേക്ക് തൈര് ആണ് ചേർക്കുന്നത്. തൈര് ചേർത്ത് ഈ മസാല ഒന്ന് ടൈറ്റൻ ചെയ്യാണ്. തൈരിൻ്റെ കൂടെ തന്നെ പിന്നെ നമ്മൾ മല്ലിച്ചപ്പും കൂടെ ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മസാല പോർഷൻ കംപ്ലീറ്റ് ആവും. നമ്മൾ ഏകദേശം ഒരു 1.5 കപ്പിൻ്റെ അടുത്തോളം തൈര് വെച്ചു. കാരണം ബീഫും തൈരും കോമ്പിനേഷൻ കുറച്ചും കൂടെ നല്ലതായതുകൊണ്ട്. ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഉടക്കാൻ നിൽക്കാതെ ജസ്റ്റ് ഒന്നൊരു തൈരൊന്നിട്ട് ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്യിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് മല്ലിയിലയാണ്. നമ്മൾ മസാല ഇട്ടു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ റൈസ് കൂടെ വെച്ച് ദം ചെയ്യാണ്.
ഇപ്പോൾ നമ്മൾ ഏറ്റവും ലോവസ്റ്റ് ഹീറ്റിലാണ് ഈ മസാല എല്ലാം ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അടിപൊളി മസാലയൊക്കെ സെറ്റായി. ഇനി ഇതാ ബിരിയാണി ദമ്മിടുകയാണ് കേട്ടോ. എന്നിട്ടൊരു ചെറിയ തീയിൽ നമ്മൾ കുറച്ച് നേരം കൂടെ ഒന്ന് ആവി വർത്തിക്കണം. ഇത് കഴിക്കുന്ന വീഡിയോ നിങ്ങളെ കാണിച്ചു തരണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അത് മറന്നുപോയി നോമ്പൊക്കെ തുറന്ന സമയത്തെ. പക്ഷേ അത് കഴിച്ച് കഴിഞ്ഞിട്ടുള്ള ബാക്കി ബാലൻസ് ആട്ടോ. അത് നല്ല ബിരിയാണി ആയിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. നിങ്ങളതിൻ്റെ റൈസ് കാണുന്നുണ്ടോയെന്നറിയില്ല, നല്ല നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കില്ല അതേപോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, അടിപൊളി ബിരിയാണി.